നമസ്കാരം സുഹൃത്തുക്കളെ, രാവിലെ തന്നെ ഒരു ഞായറാഴ്ചയാണ്. അതിൻ്റെ പേരിൽ ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ഒരു 6-7 മണിക്കൂർ യാത്ര ചെയ്ത് വാഷിങ്ടൺ DC അതിനടുത്തായിട്ടുള്ള വെർജീനിയയിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു യാത്രയിലാണ്. ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തി. ബ്രോങ്സിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ വരുന്നത് കണക്റ്റിക്കുട്ടിയിൽ നിന്നാണ്. കണക്റ്റിക്കുട്ടിയിൽ നിന്ന് വന്ന് അവിടെ നിന്നും വൈറ്റ് പ്ലെയിൻസ്, അതുവഴി ബ്രോങ്സിൽ നിന്ന് നമുക്കൊരു വൈറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ട്. അത് കട്ട് ചെയ്ത് നമുക്ക് മേരിലാൻഡ് ഒക്കെ വഴി വാഷിങ്ടൺ DC വഴി ഞാൻ വെർജീനിയയിൽ ഏകദേശം ഒരു 1 മണി 1:30 ഒക്കെ ആകുമ്പോഴേക്കും അതിനിടയിൽ ഒരു ഇത്തിരി കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 1:30 ആകുമ്പോഴേക്കും എത്തിപ്പെടാമെന്നുള്ളൊരു ഇതിൽ ഞായറാഴ്ച, ശനി ഞായർ ദിവസങ്ങളിൽ അമേരിക്കയിൽ അങ്ങനെ ട്രാഫിക് വളരെ കുറവായിരിക്കും. അതല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിലും ഒരു 2 മണിക്കൂർ കൂടുതലും കൂടിയും റോട്ടിലിരിക്കേണ്ട ഒരു സ്ഥിതി വന്നേനെ. ഒപ്പം തന്നെ ഇപ്പം നമ്മൾ പറയുന്ന ഞാനിപ്പോൾ വരുന്ന പ്രദേശം ബോസ്റ്റണിൽ നിന്ന് എനിക്കിപ്പോൾ നേരെ കാണുന്നത് ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജാണ്. ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ന്യൂയോർക്ക് സിറ്റിയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ കാണുന്നത് മൻഹാട്ടൻ. അപ്പോൾ നമ്മൾ മൻഹാട്ടൻ ടച്ച് ചെയ്യാണ്ട് ബ്രോങ്സിൽ നിന്ന് തന്നെ തെക്കോട്ട് പെൻസിൽവാനിയ, ന്യൂജേഴ്സിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മേരിലാൻഡ് വഴി പോകാനാണ് ഉദ്ദേശം. അപ്പോൾ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് കഴിഞ്ഞു ഇപ്പം നമ്മൾ ആ ന്യൂയോർക്ക് സിറ്റി മൻഹാട്ടനിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. മൻഹാട്ടനിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ബ്രോങ്സിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഇവിടേക്ക് പോകും. ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് കയറി വേണം പോകാനായിട്ട്. ഒപ്പം തന്നെ ഇവിടെ ഭയങ്കര ടോളുകളായിരിക്കും. നമ്മൾ ഈ മുമ്പൊക്കെ ഞാനൊരു 10-20 കൊല്ലം മുമ്പ് ഈ പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീട് ഞാൻ കാലിഫോർണിയയിലേക്ക് മാറി. ഒരു 16 കൊല്ലം കാലിഫോർണിയയിൽ താമസിച്ചു. പക്ഷെ കാലിഫോർണിയയിൽ അത്രയും ടോളില്ല. കുറച്ച് സ്ഥലത്ത്, വളരെ കുറവ് പ്രദേശത്തെ ടോളുള്ളൂ. അതൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ. പക്ഷേ ഈ ഈസ്റ്റ് കോസ്റ്റ്, നമ്മൾ ബോസ്റ്റൺ ആയാലും ന്യൂയോർക്ക് ആയാലും DC, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറുത്ത് കൊല്ലും. ഇപ്പം ഞാൻ ഈ പോണ യാത്രയ്ക്ക് തന്നെ ഏകദേശം $50 മേലെയാണ് അവര് ടോള് വാങ്ങുന്നത്. ടോള് അത് മുമ്പ് ചിലപ്പോൾ ഞാൻ മുമ്പ് താമസിക്കുമ്പോൾ ഒരു $5-10 നടന്നിരുന്ന കാര്യമാണ്. ഇപ്പോൾ $50 നമ്മൾ ടോള് കൊടുക്കണം. അവർ പാലത്തിലും അതേ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ ഞാൻ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ മൻഹാട്ടൻ ഒന്ന് കാണിച്ചു തരാം. മൻഹാട്ടൻ കടന്ന് ക്രോസ് ചെയ്ത് മൻഹാട്ടൻ്റെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് മൻഹാട്ടൻ കാണിച്ചു തരാം. ബ്രോങ്സിലേക്കുള്ള ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിലേക്ക് 95 സൗത്തിൽ കൂടെ ഞാൻ കട്ട് ചെയ്ത് കയറുകയാണ് ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞു ടോളുകൾ നമ്മൾ പാലിയങ്കര ടോൾ പ്ലാസ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ സമരമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടോളുകൾ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ അവർ എത്ര പേര് പൈസയൊന്നും ഇവിടെ ചിലവാക്കിയിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ടോൾ വാങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി ന്യായമല്ലാത്ത കാര്യമല്ലേ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ ഏകദേശം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഈ സിറ്റിയുടെ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഇനി ഏകദേശം ഒരു 4-5 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിരാവിലെ ഇറങ്ങിയത് കൊണ്ട് ട്രാഫിക്കില്ല. പിന്നെ ഞായറാഴ്ചയും ശനി ഞായറും ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ആൾക്കാർ എഴുന്നേൽക്കില്ല. ജോലിക്ക് കഴിഞ്ഞ് വയ്യാതെയായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ശനി ഞായർ ദിവസങ്ങളിലുള്ളത്. അപ്പോൾ അവർ നേരം വൈകി എഴുന്നേൽക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വണ്ടി മൂവ് ആവുന്നത്. അതല്ലെങ്കിൽ ഇവിടെ അനങ്ങില്ല. ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് കൂടിയാണ് നമ്മൾ ന്യൂജേഴ്സിലേക്ക് എന്ന സംസ്ഥാനത്തേക്ക് കടക്കുക. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ ന്യൂജേഴ്സിലേക്ക് കടക്കാണ്. ബ്രോങ്സ് കടന്ന് ഈ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിൽ കൂടെ ന്യൂജേഴ്സിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ലോവർ ലെവലിൽ കൂടെ എടുത്തിട്ട് വേണം. ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് പല നിലകളിലായിട്ടാണ് പണിതേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോവർ ലെവലിൽ കൂടെ എടുത്തിട്ട് വേണം കടന്നു പോകാൻ. ഒരു വഴി തെറ്റിയാൽ ഒരു $15 ടോള് വീണ്ടും കൊടുക്കേണ്ടി വരും. അതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം തന്നെ നമ്മുടെ വഴി തെറ്റി. ഞാൻ ലോവർ ലെവലിൽ പോകുന്നതിന് പകരം അപ്പർ ലെവലിലേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൻഹാട്ടൻ ഒരു പക്ഷെ നിങ്ങൾക്ക് മൻഹാട്ടൻ നമുക്ക് ദൂരെ നിന്ന് കാണുന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം.
അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നത് കണക്റ്റിക്കുട്ട്, അവിടെ നിന്നൊരു ഏകദേശം ഒരു 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ബോസ്റ്റൺ. ഇപ്പം നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ കൂടുതലായിട്ടും വരുന്ന പാറ്റ പാർട്ടി ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിന്റെ അപ്പർ ലെവലിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് മൻഹാട്ടൻ. കാണുന്ന പ്രദേശമാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. മൻഹാട്ടൻ നമുക്കറിയാം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അവിടെ ട്രംപിൻ്റെ കെട്ടിടമുണ്ട്, ട്രംപ് കെട്ടിടം, പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ 1. അപ്പോൾ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിൽ കൂടെ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹഡ്സൺ റിവറാണ് ഈ ജോർജ് വാഷിങ്ടൺ താഴെക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മൻഹാട്ടൻ, ലോവർ മൻഹാട്ടനിലേക്ക് പോകും. അവിടെ വന്നിട്ട് ഈസ്റ്റ് റിവറും ഹഡ്സണും കൂടി ഒരുമിച്ച് ചേരും. ഇപ്പം ഞാൻ ന്യൂജേഴ്സി സംസ്ഥാനത്തേക്ക് കടന്നു. ചെറിയ ട്രാഫിക് ഉണ്ട് സൺഡേ ആണെങ്കിൽ പോലും. അതായത് ഏറ്റവും ട്രാഫിക് കുറഞ്ഞ, അമേരിക്ക മുഴുവനും കുറഞ്ഞ സമയത്ത് പോലും ഇവിടെ ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഈച്ച പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ബോസ്റ്റണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അതിൻ്റെ പ്രദേശത്ത് അവിടെയായിരുന്നു അഭിഷേക് ദിപ്കെ. മഹാരാഷ്ട്രയിലെ നാസിക് എന്ന പ്രദേശത്ത് നിന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ. ഇത് മഹാരാഷ്ട്രീയനാണ് അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്, താഴ്ന്ന സ്കെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ് അദ്ദേഹം. ആം ആദ്മി പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ട് പങ്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഈ പറയുന്ന ട്രാഫിക് ഉണ്ട്. കുറച്ച് ചെറുതായിട്ട് നമ്മൾ റോഡുകൾ വേറെ നോക്കേണ്ടി വരുമോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. ട്രാഫിക് ചെറുതായിട്ട് കൂടി വരികയാണ്. അപ്പം അദ്ദേഹം അതിനുശേഷം ഇവിടെ ഒരു ഊഹാപോഹം പരന്നിരിക്കുകയാണ്. സ്പെക്കുലേഷൻസ്, റൂമേഴ്സ്, ഇതിലൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. ഇലൂഷൻസ്, ഇഗ്നോറൻസ്, ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ, സാധാരണക്കാരന്റെ ജീവിതത്തിനെ കെട്ടിവലിച്ച് ഇത് ചെയ്യുന്നു. അതായത് നമ്മൾ സത്യം ചെരുപ്പിന്റെ വാറണിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ഭൂമിക്ക് ചുറ്റും ഒരു വട്ടം കറങ്ങും എന്നുള്ളതാണല്ലോ ചൊല്ല്. എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹത്തെ ഇവിടെ നിന്നും ഐസ്, ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, പുറത്താക്കി എന്ന് പറയണേ. അതായത് മോഡി വിളിച്ചു പറഞ്ഞു ഇവനെ പുറത്താക്കൂ എന്ന്. മോഡിയുടെ ഫ്രണ്ട് ട്രംപ് പിടിച്ച് പുറത്താക്കി എന്നൊക്കെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിച്ചു വിടുന്നവര് പറയുന്നേ. പക്ഷെ അദ്ദേഹം ഇന്ത്യയിലെത്തി, ജന്തർ മന്ദറിൽ സമരത്തിന് വന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കുറച്ച് അല്ലറ ചില്ലറ പാർട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഞാൻ ഒട്ടനവധി ജനങ്ങളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ല. തന്നെയുമല്ല, നിയമപരമായിട്ട് അദ്ദേഹത്തിന് പുറത്താക്കേണ്ട ഒരു ആവശ്യം ഇല്ല. അദ്ദേഹം എന്താ ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് തുറന്നു, അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി അതിൽ 15 കോടി 1.5 കോടിയാണെന്ന് തോന്നുന്നു, 1.5 കോടി ജനങ്ങൾ അതിൽ പങ്കു ചേർന്നു, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ പുറത്താക്കണം എന്നുള്ളതാണ് ഇത്. അപ്പൊ വെറുതെ ഉള്ള അവാസ്തവമായ കാര്യങ്ങള് പറഞ്ഞു പിടിപ്പിക്കുകയാണ് പലതരത്തിലുള്ള ജനങ്ങൾ ചെയ്യുന്ന ഒരു ഇത്. നമ്മളതൊക്കെ കണ്ടും കേട്ടും വളരുക എന്നുള്ളതാണ് നമ്മുടെ വിധി എന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അതത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയെ അതല്ല, തന്നെയല്ല ട്രംപിന് അതിനുള്ള അധികാരമൊന്നുമില്ല. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇവിടെ ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ചെയ്യാം അദ്ദേഹത്തിന്. പക്ഷെ ചിലതിന് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വെറുതെ വന്നിട്ട് ഇവനെ പുറത്താക്കൂ എന്ന് പറയാനുള്ള അധികാരമില്ല അദ്ദേഹത്തിന്. കോടതിയുണ്ട്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറി ഒരു ജഡ്ജിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ ഇന്ത്യയിൽ നിന്ന് മോഡി വിളിച്ചു, ഇവനെ പുറത്താക്കാൻ പറഞ്ഞു, ഞാൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം സൂചി അവരെ കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ ഫെഡറൽ സംവിധാനങ്ങളെയൊക്കെ സൂചി ഇത് ഇല്ലാണ്ടാക്കി കളയും. അത്തരം കാരണം അങ്ങനെയൊന്നും ഒരാളെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയെന്നും പറഞ്ഞ് അത് ഇന്ത്യ ഇത്രയും നമ്മുടെ ജനങ്ങള് ഒരു ഊഹാപോഹത്തിലും ഇലൂഷനിലും ഇഗ്നോറൻസിലും അജ്ഞത, റൂമേഴ്സ്, കിന്തവന്തി ഇതിലൊക്കെയാണ് ഇന്നും
ഉലഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് തോന്നും വിധം അത് വളരെയധികം വേദന ഉളവാക്കുന്നു. അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഇവിടുന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1.5 മണിക്കൂർ അപ്പുറമാണ് ബോസ്റ്റൺ. ആ ബോസ്റ്റണിലാണ് അദ്ദേഹം ഒരു സ്റ്റുഡന്റ് വിസയിൽ, F1 വിസയിലാണ് ജീവിക്കുന്നത്. അവനെ പിടിച്ച് പുറത്താക്കിയാൽ അവന് വിസ കൊടുത്തിരിക്കുന്നത് പഠിക്കാൻ വരാനാണ്. അമേരിക്കക്കെതിരെ എന്തെങ്കിലും ചെയ്താലോ അതല്ലെങ്കിൽ അത്ര വലിയ ഗൗരവമുള്ള ഒരു കേസ് ഇന്ത്യയിൽ ചെയ്തു വന്നാലൊക്കെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പിടിച്ച് പുറത്താക്കാനായിട്ട് അമേരിക്കൻ സർക്കാരിന് പോലും ഇതുള്ളൂ. ഐസ് ഒന്നും അദ്ദേഹത്തിന് പിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ഒരു വാലിഡ് വിസയിലാണ്. അപ്പോ ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളിലും കിംവദന്തികളിലും വിശ്വസിക്കരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.